ഹേ സിൻഫൈഡ്സ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് എനർജിയിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനനായകൻ എന്ന സിനിമയുടെ റിവ്യൂവിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ഇത്തിരി എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിവ്യൂ തന്നെയാണ്. കാരണം ഇനി ഇങ്ങനെ ഒരു റിവ്യൂ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതായത് നമ്മുടെ ദളപതി സിനിമയുടെ ഒരു റിവ്യൂ. അപ്പോൾ ഈ പോസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ദളപതി അത്യാവശ്യം ഉണ്ട്, 1-2 പോസ്റ്ററിലൊക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു നടൻ തന്നെയാണ് നമ്മുടെ വിജയ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് വിജയ് എന്ന് പറയുന്ന ഉപരി നമ്മൾ പറയുന്നത് CM വിജയ് ആണ്. അപ്പോൾ തമിഴ്നാട്ടിലെ CM തന്നെയാണ്. ആ ഒരു ബഹുമതി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും നമ്മുടെ ദളപതി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ചിത്രമായിട്ട് അറിയപ്പെടുന്നത് ജനനായകനാണ്. ഇനി അങ്ങനെ ഒരു സിനിമ ചെയ്യുമോ? അതായത് ഇനി വേറെ സിനിമകളിലൊക്കെ കിടക്കാൻ ചാൻസ് കുറവാണ്. ഒരു ML ഒക്കെ ആണ് നമുക്ക് പിന്നെയും പ്രതീക്ഷിക്കായിരുന്നു ഒരു ചിത്രമെങ്കിലും വരുമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ പറഞ്ഞത് ഒരു ചെറിയ കടൽ പോലെ കിടക്കുകയായിരുന്നു സിനിമ. പക്ഷെ അതിൽ ഒരു ചെറിയൊരു മണൽത്തരി കൊണ്ടുള്ളൊരു വീടാണ് അദ്ദേഹം കെട്ടി ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷെ നമ്മളൊക്കെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു വലിയൊരു മാളിക തന്നെയാണ് പണിത് സൃഷ്ടിച്ചത്. എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് റോക്കി എന്നും അദ്ദേഹത്തിൻ്റെ KGF എന്നതാണ് തമിഴ്നാടിന് അറിയപ്പെടുന്നത്. തമിഴ്നാടിന് മാത്രമല്ല കേരളത്തെയും എല്ലാം നമ്മുടെ ഫാൻസിനൊക്കെ ഉദ്ദേശിച്ച് ഒരു KGF എന്നുള്ള രീതി തന്നെയാണ് നമ്മുടെ അദ്ദേഹത്തിന് റെഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളെ സത്യമാണ്. അപ്പോൾ ഒരു 30-33 വർഷം അദ്ദേഹം സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയുള്ള ഒരു 30-33 വർഷം നമ്മുടെ തമിഴ്നാടിൻ്റെ CM ആയിട്ട് അദ്ദേഹം ഉണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ്. തമിഴ് മക്കൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇനി ജീവിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറയുന്നത്. സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിഷനെ നമുക്ക് എന്തായാലും ബഹുമാനിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് സിനിമയിൽ നിന്ന് പോയെങ്കിലും വിഷമമുണ്ട്, ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും. ചെറുതായിട്ടല്ല, നല്ല വിഷമമുണ്ട് എങ്കിൽ പോലും തമിഴ്നാട്ടിൽ നല്ലൊരു CM കിട്ടിയല്ലോ എന്നൊരു ആശ്വാസമുണ്ട് നമുക്കും. അതുപോലെ നല്ലൊരു CM-ഉം ഇന്ത്യയിലൊക്കെ നല്ലൊരു CM തന്നെ ആവട്ടെ. അതായത് ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ വിജയ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം അത്ര നല്ലൊരു മനുഷ്യനും ഒരു എയിമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പം തന്നെ നമുക്ക് ജനനായകനെ പറ്റി തന്നെ പറയാം. ജനനായകൻ ഭഗവത് കേസരി എന്ന സിനിമയുടെ റീമേക്കാണ്. മൊത്തത്തിലല്ല, കുറച്ച് ഭാഗങ്ങളും. ഞാൻ ഭഗവത് കേസരി മൊത്തമായിട്ട് കണ്ടിട്ടില്ല, ഈ റോസ്റ്റൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മുടെ H. വിനോദാണ് ചിത്രം സംവിധാനം ചെയ്തത്. അപ്പം പിന്നെ സായി അല്ല, അനിരുദ്ധാണ് സിനിമയുടെ മ്യൂസിക്കിൽ എഴുതുന്നത്. അനിരുദ്ധിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കത്തിക്കലായിരുന്നു. ചില സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു നിങ്ങളെ ബാലയുടെ ആ സിനിമ കണ്ട അറിയാം, ഒരു ലോറിയുടെ സീനുണ്ട്. അതായത് മമിത ബൈജുവിനെ, അതിൽ ശ്രീലീലയാണ്, ഇതിൽ മമിത ബൈജുവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ഗുണ്ടകൾ ഗ്യാങ്, അതിലൊരു കുറച്ച് ഒരു ഇൻ്റർവൽ പോർഷനിൽ വരുന്ന സീനാണ്. ഒരു അന്യായ ബീജിയവും പിന്നെ വിജയുടെ ഒരു സ്വാഗ് പരിപാടികളൊക്കെ. ഇനിയിങ്ങനെ ഒരു നടൻ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല ഇത്ര സ്വാഗുള്ളത്. അത് നമുക്ക് ചുമ്മാ അദ്ദേഹം വെറുതെ ഒരു ക്യാമിയോ, അദ്ദേഹം അങ്ങനെ ക്യാമിയോ ഒരുപാട് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. എങ്കിലും ചുമ്മാ ഇങ്ങനെ വന്നു നിന്നാൽ മതി. അതിൻ്റെ ഒരു ഫീലും ഓറയൊക്കെ ഒരു അന്യായം തന്നെയാണ്, ഒരു അസാധ്യ നടൻ തന്നെയാണ് നമ്മുടെ വിജയ് ആ ഒരു കാര്യത്തിൽ. അപ്പം അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. ആദ്യത്തെ 20 മിനിറ്റ് എനിക്കിത് ഇതെന്താ ഭഗവത് കേസിൽ അങ്ങനെ തന്നെയാണ്, ഒരു വളിപ്പുള്ള സംഭവങ്ങളൊക്കെയാണ് കുറച്ച് ആദ്യത്തെ 20 മിനിറ്റ്. ഞാൻ വിചാരിച്ചു മൊത്തം ഇങ്ങനെ ആയിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞ് ഫുള്ളി സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്. 3 മണിക്കൂർ കൊണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ എനിക്ക് ലാഗടിച്ചു. പിന്നെ വില്ലനായിട്ട് ഇത് നമ്മുടെ ബോബി ഡിയോളാണ്. പുള്ളി സിനിമയിൽ കലക്കിയിട്ടുണ്ടല്ലോ, നല്ല കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കിടിലൻ വില്ലനീസും തന്നെയാണ്. പിന്നെ കുറച്ച് സൈഫൈ, അതായത് കുറച്ച് റോബോട്ടിക്സ്, അങ്ങനെ കുറച്ച് ഡ്രോൺസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം CG വർക്കുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ OTT-ൽ എത്തുമ്പോൾ മിക്കവാറും ട്രോൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ലെവലിലുള്ളൂ ആ CG. അതായത് നമ്മുടെ വലിയ സ്ക്രീനിൽ കാണുന്ന ചെറിയ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ കുറച്ച് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. എങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വിജയ് ചിത്രങ്ങളിലെ ട്രോളൊന്നും ഒരു കുഴപ്പമല്ലല്ലോ. അപ്പോൾ ഒരു ആസ് എ വിജയ് ഫാൻ എന്ന നിലയിൽ എനിക്ക് ഈ ചിത്രം നല്ലോണം ഇഷ്ടപ്പെട്ടു. ഗോട്ട് എന്ന സിനിമയെക്കാളത് മികച്ചത് തന്നെയാണ്. പക്ഷേ ഒരു സിനിമ എന്ന് നമുക്ക് എടുത്തു നോക്കുമ്പോൾ സിനിമ അത്ര ഗംഭീരമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. എൻഗേജ് ചെയ്ത് നിർത്തി, മ്യൂസിക്കൽ അത്യാവശ്യം, പിന്നെ എടുത്തു വെച്ച രീതിയും കൊള്ളാം. പിന്നെ നമ്മൾ അതൊന്നും നോക്കാതെ ആണല്ലോ ഒരു ദളപതി ചിത്രം കാണാൻ പോകുന്നത്. എനിക്ക് ഒരു ഫെയർവെൽ ചിത്രമായിട്ട് തോന്നിയത് ലിയോ ആണ്. അതൊരു കംപ്ലീറ്റ് ആക്ഷൻ സ്വാഗ്, ആരെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റിയൊരു സംഭവം അതിലുണ്ടായിരുന്നു. അതായത് ഏതൊരു ഓഡിയൻസ് കണ്ടാൽ പോലും അയ്യ എന്നൊരു വാക്ക് ഒരിക്കലും ലിയോ ആരും പറയില്ല. ചിലപ്പോൾ ഇപ്പം പൊതുവെ അഭിപ്രായങ്ങൾ പറയണത് അറിയാലോ, ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണല്ലോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് മൊത്തം സിനിമ ഇഷ്ടപ്പെട്ടു. അതായിരിക്കും പൊതുവെ ആൾക്കാർ പറയാൻ ചാൻസ്. അല്ലാണ്ട് ആ സിനിമ ഒരു ഹോളിവുഡ് സ്റ്റഫുള്ള സിനിമ തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക്. പിന്നെ ജനനായകനെ പറ്റി വേറെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. ഒരു വിജയ് ചിത്രം എന്ന നിലയിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെടും. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ചിത്രം തന്നെ ആവാൻ ചാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയൊരു ചിത്രം വരാണെങ്കിൽ എനിക്ക് ആഗ്രഹം തന്നെയാണ്. പക്ഷേ ചാൻസ് വളരെ കുറവാണ്. കാരണം CM ആയതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് അറിയാലോ, അദ്ദേഹം ഒരു വർഷമാണ് ഒരു സിനിമ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം 2 സിനിമ. അത്യാവശ്യം നല്ലപോലെ സമയമെടുക്കും.
കാരണം വിജയ് ഉടനീളമുള്ള ചിത്രങ്ങൾ അദ്ദേഹം ചെയ്യാറ്, ഒരു ക്യാമിയൊന്നും ഞാൻ ഇന്നവരെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഫുൾ സിനിമ എടുക്കുമ്പോൾ അറിയാലോ നല്ലോണം സമയം വേണ്ടി വരും. അപ്പോൾ ഒരു CM ആയുള്ള വ്യക്തിക്ക് അതൊന്നും സാധ്യമല്ല. അപ്പോൾ എന്തായാലും ഇത് തന്നെയായിരിക്കും ലാസ്റ്റ് ചിത്രം, ദളപതി 69. അതായത് 69 ചിത്രങ്ങളാണ് നമ്മുടെ ദളപതിക്ക് ഉള്ളൂ. കുഴപ്പമില്ല, നമ്മുടെ ഫാൻസിന് ഈ ചിത്രങ്ങൾ റീവാച്ച് ചെയ്യാനും കുറേ ചിത്രങ്ങൾ റിലീസ് ചെയ്യാനുള്ള ചിത്രങ്ങൾക്ക് ആഘോഷിക്കാനും, അതായത് ഗില്ലി പോലത്തെ ചിത്രങ്ങളൊക്കെ 100 തവണ കണ്ടാൽ പോലും മടുക്കില്ല, അത്രത്തോളം നല്ല ചിത്രങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിവ്യൂ എന്ന് ഉപരി നിങ്ങൾ നല്ല ഒരു വിജയ് ഫാൻസ്, അതായത് വിജയ് ഫാൻ എന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമായിട്ട് കരുതിയാൽ മതി. നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ താഴെ രേഖപ്പെടുത്താം. പിന്നെ പ്രത്യേകിച്ച് ജനനായകനെ പറ്റി എനിക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. കുറേ സീൻസൊക്കെ കട്ടായിട്ടുണ്ട്, അതായത് ഇന്ത്യയിലെ വെർഷനും നമ്മുടെ വിദേശത്തൊക്കെ ഇറങ്ങിയ വെർഷനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, അറിയാലോ. അവിടെ TVK എന്ന് പറയുന്ന സാധനം ഇവിടെ ദളപതി എന്നൊക്കെ ആക്കി എല്ലാവരും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വ്യത്യാസം ചിത്രത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ വിജയ്ക്ക് കളിക്കാനുള്ള സ്പേസ് അനിരുദ്ധ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഫാൻ മൊമെൻ്റൊക്കെ കിട്ടാൻ. പിന്നെ ഏറ്റവും അവസാനം ഒരു ട്രിബ്യൂട്ട് ഉണ്ട്, എനിക്ക് 1 മിനിറ്റോ 1.5 മിനിറ്റോ ഉള്ളൂ. പഴയ ചിത്രങ്ങളിലെ ഒരു ഫ്ലാഷ് ബാക്ക് അല്ല, ഒരു മാഷപ്പ് പോലെ. അതൊരു അന്യായ ഫീൽ തന്നെയായിരുന്നു. ആ ഒരു 2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ സൈലൻ്റ് ആയി പോകും നമ്മൾ, കാരണം ഇനി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളില്ലല്ലോ എന്നുള്ള രീതിയിൽ. ആ ഒരു കിടില മൊമെൻ്റ് തന്നെ ആയിരുന്നു. പിന്നെ പറയാൻ മറന്നുപോയി, ദളപതിയുടെ അതായത് CM ടൈറ്റിൽ കാർഡ്, അതൊരു അന്യായതാണ്. അത് മാത്രം കണ്ടാൽ മതി, അത് മാത്രം തന്നെ നമുക്ക് വേണമെങ്കിൽ സിനിമ കാണാൻ പോകാം തിയേറ്ററിൽ. ഒരു ഓളം തന്നെയാണ്. അതാണ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ, എനിക്ക് രാവിലെ കാണാൻ പറ്റില്ല, ക്ലാസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ പോയി കണ്ടേനെ. കാരണം ഫാൻസിൻ്റെ അടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു അന്യായ ഫീൽ തന്നെയായിരുന്നു. നമ്മുടെ ഒരു സാധാ പ്ലെയിനുള്ള ഓഡിയൻസിൽ ഒരു ദളപതി ചിത്രം കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഫാൻസ് ഉള്ള സ്ഥലത്ത് തന്നെ പോയി കാണണം. നിങ്ങളൊരു ഒച്ചെടുക്കാനൊക്കെ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ പോലും അവരുടെ കൂട്ടത്തിൽ ഇത് കാണുമ്പോൾ ഭയങ്കര രസം തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ജനനായകനെ പറ്റി ഇത്ര പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീലിങ്സ് ഒക്കെ രേഖപ്പെടുത്താം. അപ്പോൾ ഇനി ഒരു അവസാന മൊമെൻ്റ് തന്നെയാണിത്. അപ്പോൾ എനിക്ക് ജനനായകൻ അത്യാവശ്യം ഓക്കെ എന്ന ചിത്രമായിരുന്നു. ദളപതിനെ പറ്റി ദളപതി ഉള്ളതുകൊണ്ട് ചിത്രം എനിക്കൊരു കിടിലൻ ചിത്രമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം.